എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കാനറ ബാങ്കിൽ ജോലി അവസരം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നാളെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. തസ്തികയുടെ പേര് അപ്രന്റീസ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നൊക്കെ വിശദമായിട്ട് ഒന്നും കൂടി നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാനറ ബാങ്കാണ് ഇപ്പോൾ അപ്രന്റീസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷകൾ അയക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് canarabank.com ആണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായിട്ടുള്ള നാറ്റ്സിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതായത് nats.education.gov.in എന്ന ഈ സൈറ്റിൽ കയറി നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടാണ് മറ്റേ സൈറ്റ് വഴി അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 4 അതായത് നാളെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ആകെ 3000ഓളം വേക്കൻസികളാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലും വേക്കൻസി ഉണ്ട്. കേരളത്തിലും ജോലിയാവുന്നതാണ്. കേരളത്തിലാകെ 200 വേക്കൻസിയാണുള്ളത്. ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് ഇനി കേരളം വേണ്ടെന്നുണ്ടെങ്കിൽ വേറെ സ്റ്റേറ്റിലും അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി 20 മുതൽ 28 വയസ്സ് വരെയാണ്. കൂടാതെ SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 33 വയസ്സ് വരെയും OBC ആണെന്നുണ്ടെങ്കിൽ 31 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷയൊന്നും ഇല്ലാതെയാണ് നിയമനം. നിങ്ങൾക്ക് ഒരു ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ഒരു ടെസ്റ്റ് അവിടെ വരും. അതായത് സ്പീക്കിങ്ങും സംസാരിക്കുന്നതും എഴുതുന്നതും വായിക്കാനും ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉള്ള ടെസ്റ്റ് വരും. അത് എല്ലാവർക്കും ജയിക്കാൻ പറ്റുന്നതാണ്. അങ്ങനത്തെ ഒരു ടെസ്റ്റ് അവിടെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ട്. അതായത് SC/ST OBC ഒക്കെ റിസർവേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ റിസർവേഷൻ കിട്ടുന്ന അതാത് കാറ്റഗറികൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിരിക്കും. അപ്രന്റീസ്ഷിപ്പിൻ്റെ പീരീഡ് വരുന്നത് 1 വർഷത്തേക്കാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഈ 1 വർഷം കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ ജോലി കിട്ടുമെന്ന്. അങ്ങനെ കിട്ടത്തില്ല. ഈ ഒരു 1 ഇയർ പീരീഡിലുള്ള ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടെ സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ലാതെ ബാങ്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കത്തില്ല അവിടെ ജോലി ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ 1 ഇയറിലേക്കുള്ളൊരു തരത്തിൽ വെച്ച് മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ ജോലിയൊന്നും ലഭിക്കുന്നതല്ല. മന്ത്ലി സ്റ്റൈഫൻ ലഭിക്കുന്നത് നിങ്ങൾക്ക് 15,000 രൂപയായിരിക്കും സ്റ്റൈഫൻ ലഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായിട്ടുള്ള നാറ്റ്സിൽ കയറി രജിസ്റ്റർ ചെയ്യുക. അതായത് nats.education.gov.in എന്ന സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് അവിടെ നിങ്ങൾക്കൊരു എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും. അത് വെച്ചാണ് നമ്മളിനി ബാങ്കിൻ്റെ സൈറ്റ് വഴി അപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ബാങ്കിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള canarabank.in കയറുക. അവിടെ നിന്നും കരിയർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് എൻഗേജ്മെൻറ്റ് ഓഫ് ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഇൻ കാനറ ബാങ്ക് അണ്ടർ അപ്രന്റീസ്ഷിപ്പ് ആക്ട് 1961 ഫോർ ഫിനാൻഷ്യൽ ഇയർ 2024-25 എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് നേരത്തെ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ എൻറോൾമെൻറ്റ് നമ്പർ ആഡ് ചെയ്യേണ്ടതാണ്. അത് വെച്ചാണ് നിങ്ങൾ താഴോട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, നിങ്ങൾ കൈകൊണ്ട് എഴുതിയൊരു ഡിക്ലറേഷനും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് നിങ്ങൾ എഴുതേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ്ട് നിങ്ങൾ കാണാമല്ലോ, നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ്, ട്രൂ ആൻഡ് വാലിഡ്. ഐ വിൽ പ്രസന്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് എന്നുള്ള കാര്യം നിങ്ങൾ കൈവച്ച് എഴുതിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒപ്പിടുമ്പോൾ സിഗ്നേച്ചർ ചെയ്യുമ്പോൾ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ കറക്റ്റ് ക്യാപിറ്റൽ ലെറ്റർ അല്ലാത്ത സിഗ്നേച്ചർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സിഗ്നേച്ചർ, ഫോട്ടോ, ഇംപ്രഷൻ, അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനൊക്കെ ക്ലിയർ ആയിരിക്കണം. ഒന്നും ബ്ലറായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് വേണം എല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സിൻ്റെ ഓൺ ഹാൻഡ് റൈറ്റിംഗിലായിരിക്കും എഴുതി അയക്കേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതേ ഫോർമാറ്റിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്യാപിറ്റൽ ലെറ്ററിലൊന്നും എഴുതാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചിരിക്കണം. ഇനി ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും എല്ലാം സ്കാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്.
സെലക്ഷൻ എന്ന് പറയുന്നത് പരീക്ഷ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ അപേക്ഷ ഫീസ് വരുന്നത് SC/ST കാറ്റഗറിക്ക് അപേക്ഷ ഫീസ് ഇല്ല. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 500 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ അവർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് നമുക്ക് നോക്കാം. നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും അതിന് കൂടുതൽ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയായിട്ടാണ് പോകേണ്ടത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എടുത്ത നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, അതായത് ഒന്നെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ മതി, അത് വേണം. പിന്നെ നിങ്ങളുടെ ഒരു ID കാർഡ്, പാസ്പോർട്ടോ ആധാറോ പാൻ കാർഡോ വോട്ടേഴ്സ് ID അങ്ങനത്തെ എന്തെങ്കിലും ഒരു ID കാർഡ് കൊണ്ടുപോകണം. പിന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയൊക്കെ മാർക്ക് ഷീറ്റ് കൊണ്ടുപോകണം. ഇതിൻ്റെ എല്ലാ ഒറിജിനലും കൊണ്ടുപോകണം, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കൊണ്ടുപോകണം. അതുപോലെ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്കിൻ്റെ എന്ത് അറിയിപ്പുകളുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള എന്ത് അറിയിപ്പുകളുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിലായിരിക്കും അറിയിക്കുന്നത്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് canarabank.com ആണ്. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് പറഞ്ഞില്ലായിരുന്നു. നോർമലി ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ആളുകൾക്ക് ഗുണം ഉണ്ടാകുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ നാളെയാണ് അവസാന ഡേറ്റ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുക. പിന്നെ ഇനി സമയമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാതെ കഫേ വഴി ചെയ്യുന്നതായിരിക്കും നല്ലത്. കഫേയിലോ അല്ലെങ്കിൽ അക്ഷയയിലൊക്കെ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പോഴത്തേക്ക് പെട്ടെന്ന് ചെയ്യാനും വരെ നിങ്ങൾക്ക് തെറ്റാതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. കാനറ ബാങ്കാണ് ഇപ്പോൾ അപ്രന്റീസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 3000-ഓളം വേക്കൻസി ഉണ്ട്. കേരളത്തിലും ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.